ഓക്കെ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ റെക്ടിഫയേഴ്സിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയോഡ് അതിൻ്റെ തന്നെ ഫുൾ എന്താ പറയുന്നത് ഫോർവേഡ് ബയസിങ് കണ്ടീഷനും അതുപോലെ തന്നെ റിവേഴ്സ് ബയസിങ് കണ്ടീഷനും വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചതാണ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കർവ് നമ്മൾ കണ്ടതാണ്. അവിടെ നമുക്ക് മനസ്സിലായത് ഫോർവേഡ് ബയസിങ് കണ്ടീഷനിൽ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് പൊട്ടൻഷ്യൽ ബാരിയർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എൻ ഓർഡിനറി കണ്ടക്ടർ. റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ വരുമ്പോൾ അത് എന്ത് ചെയ്യുന്നില്ല, അത് കണ്ടക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത് റെക്ടിഫയർ എന്ന് പറയുന്നത്. നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ച പോലെ വാട്ട് ഈസ് റെക്ടിഫയർ? ഇസ് എ ഡിവൈസ് വിച്ച് വിൽ കൺവേർട്ട് an AC into DC. ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ എന്താക്കി മാറ്റുക, ഡയറക്റ്റ് കറണ്ട് ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് റെക്ടിഫിക്കേഷൻ. ആൻഡ് ദ ഡിവൈസ് വിച്ച് ആർ യൂസിങ് ഇസ് കോൾഡ് റെക്ടിഫയേഴ്സ്. Okay, normally a diode is used for rectification action. Okay, then ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് ഒരു എന്താണ് ഒരു വേവ് ഫുൾ ഒരു സൈനസോയിഡൽ പാറ്റേണിലാണ് ഒരു വേവ് വരിക, ശരിയാണല്ലോ. ആ വേവ് പാറ്റേൺ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ആ രണ്ട് വേവിൽ ഒരു പാർട്ട് പോസിറ്റീവ് സൈഡിലും മറ്റേ പാർട്ട് എവിടെ ഉണ്ടാവും, നെഗറ്റീവ് സൈഡിലും ആയിരിക്കും ഉണ്ടാവുക. അതിൽ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം റെക്ടിഫൈ ചെയ്യുകയാണെങ്കിൽ വി കോൾഡ് ഇറ്റ് ആസ് ഹാഫ് വേവ് റെക്ടിഫയർ. രണ്ട് സൈഡും എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് വാട്ട് വി കോൾ ഫുൾ വേവ് റെക്ടിഫയർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഹാഫ് വേവ് റെക്ടിഫയർ എന്നുള്ളത് നോക്കാം. അതിന് ഒരു നമ്മൾ റെക്ടിഫയർ പഠിക്കുന്നതിന് മുമ്പായിട്ട്, സർക്യൂട്ട് ഡയഗ്രാം പഠിക്കുന്നതിന് മുമ്പായിട്ട് അതിന്റെ ഒരു ആക്ഷൻ എന്താണെന്ന് ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താ പറയുന്നത് നോക്കുന്നത് കണ്ടോ, ഇവിടെ ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് എന്ത് ഫോമാണ് ഉള്ളത്? ഇതിനൊരു സൈനസോയിഡൽ ഫോമാറ്റ് ആണ് ഉള്ളത്. ഓക്കെ, ഈ സൈനസോയിഡ് ഫോമാറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡയോഡിലോട്ട് കടത്തിവിടും. അപ്പൊ ഈ ഡയോഡിലോട്ട് കടത്തിവിടുമ്പോൾ നമുക്കറിയാം ഈ പറയുന്ന ട്രയാങ്കിൾ സൈഡ് വരുന്ന ഭാഗം പിയും ഈ ഭാഗം എന്താണ് എന്നും ആണ് വരുന്നത്. അപ്പോൾ ഇതിലെ ഈ പോസിറ്റീവ് സൈക്കിള് വരുന്ന സമയത്ത് ഈ ഡയോഡ് എന്തായിരിക്കും, അണ്ടർ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിലായിരിക്കും, ഇറ്റ് വിൽ പാസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. അതാണ് ഔട്ട്പുട്ട് കിട്ടിയേക്കുന്നത്. ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ വരുന്ന സമയത്ത്, നെഗറ്റീവ് പാർട്ട് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇവിടെ നെഗറ്റീവും അതുപോലെ തന്നെ ഇവിടെ എന്തോ പോസിറ്റീവ് ആവും. അപ്പൊ ഈ റെക്ടിഫയർ എന്തായിട്ട് ഈ പറയുന്ന ഡയോഡ് എന്തിലോട്ട് പോകും, റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിലോട്ട് പോകും. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ പാർട്ട് ഉണ്ടാവില്ല. മനസ്സിലായില്ല? അപ്പോ ഒരു ഫുൾ വേവ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് വൺ വേവ്. ഓക്കെ, ഈ ഈ കാണിക്കുന്ന ഈ ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നതാണ് ഒരു വേവ് എന്ന് പറയുന്നത്. ഈ വേവിന്റെ പകുതി ഭാഗം മാത്രമാണ് നമുക്ക് ആ വേവിൽ നിന്ന് കിട്ടുന്നത്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ഹാഫ് വേവ് റെക്ടിഫയർ. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഒരു തിയറിറ്റിക്കൽ ആസ്പെക്ട്. അപ്പോൾ അത് നമ്മൾ ഞാൻ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. നമുക്ക് പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂ എഴുതുമ്പോൾ ഫിഗർ ഇല്ലസ്ട്രേറ്റ് ദ റെക്ടിഫയർ ആക്ഷൻ ഓഫ് ദ ക്രിസ്റ്റൽ ഡയോഡ്. ഈ ഫിഗർ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താ പറയുന്നത്, എ സി ഇൻപുട്ട് വോൾട്ടേജ് ടു ബി റെക്ടിഫൈഡ്, ദ ഡയോഡ് ആൻഡ് ആർ എൽ ലോഡ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. കണ്ടോ എന്തൊക്കെ പറയുന്നുണ്ട്, ഈ പറയുന്ന എ സി ഏതാണോ റെക്ടിഫൈഡ് എ സി, പിന്നെ അതുപോലെ തന്നെ ഡയോഡ്, ലോഡ് റെസിസ്റ്റൻസ്, ഇതെല്ലാം എങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്, സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദി എ സി ഇൻപുട്ട് വോൾട്ടേജ് ദി ആരോ ഹെഡ് ബിക്കംസ് പോസിറ്റീവ്. ആരോ ഹെഡ് എന്ന് വെച്ചാൽ ഈ ഭാഗം become positive with respect to the bar. ഇതിനെ നമ്മൾ ബാർ എന്നും പറയുന്നു. Okay, therefore the diode is forward biased and the conducts current in the circuit. The result is that positive half cycle of input voltage appear across the RL. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ടാണ്, ഇത് ഫോർവേഡ് ബയസ്ഡ് ആകുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാണ്, ഇവിടുത്തെ പോസിറ്റീവ് വോൾട്ടേജ് ഇവിടെ ഇപ്പുറത്ത് നമുക്ക് കാണാം. However, during the negative half cycle of the input AC voltage, the diode become reverse biased because now the arrowhead is negative with respect to the bar. അപ്പൊ റിവേഴ്സ് ബയസിങ് ആവും. കാരണം എന്താണ്, ഇവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യലും ഇവിടെ എന്ത് ചെയ്യും, പോസിറ്റീവ് പൊട്ടൻഷ്യലാണ് വരുന്നത്. Therefore, the diode does not conduct and no voltage appear across the RL. The result is that output consists of positive half cycle of the input voltage while the negative half cycle are suppressed. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം കടത്തിവിടും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് ചെയ്തു പോകും, സപ്രസ് ചെയ്തു പോകും. In this way, the crystal diode has been able to do rectification. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്രിസ്റ്റൽ ഡയോഡിന്. ഇവിടെ ക്രിസ്റ്റൽ ഡയോഡ് എന്ന് പറയാനുള്ള കാരണം വി മെയ്ഡ് അപ്പ് ഓഫ് ഐദർ ജെർമീനിയം ഓർ സിലിക്കൺ ആണ്. ഇത് രണ്ടും ക്രിസ്റ്റൽസ് ആണ്. ആ ഒരു ഐഡിയയിലാണ് ഇത് ക്രിസ്റ്റൽ ഡയോഡ് എന്ന് പറയുന്നത്. നമ്മൾ ക്രിസ്റ്റൽ ഡയോഡ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഈ കേസ് ഓക്കെ ആണ്. ഓക്കെ, സോ the change of AC into DC, it may be seen that the output RL is pulsating DC. ഇവിടെ കിട്ടുന്ന എന്താണ്, ഒരു പൾസേറ്റിംഗ് DC ആണ് നമുക്ക് കിട്ടുക. ഇത് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാനൊക്കെ പറ്റും. അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള സെഷൻസ് നമ്മൾ ബാക്കിയുള്ള ഈ സിലബസിന്റെ അവസാന ഭാഗങ്ങൾ നമ്മൾ നോക്കും. ഫിൽട്ടർ സർക്യൂട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് ഇതിന്റെ ഒരു തിയറി പോർഷൻ എന്ന് പറയുന്നത്.
അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയണം. ഇവിടെ നമുക്ക് രണ്ട് തരത്തിലുള്ള റെസിസ്റ്റൻസ് പറയാൻ പറ്റും. ഒന്ന് ഫോർവേഡ് റെസിസ്റ്റൻസും രണ്ടാമത്തെ എന്താണ് റിവേഴ്സ് റെസിസ്റ്റൻസും. കാരണം ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിൽ അതിന് ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നുണ്ടാവണം, വളരെ ഫ്രീ ആയിട്ട് തന്നെ കറണ്ട് കടത്തിവിടും, ശരിയല്ലേ? റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ അത് കറണ്ട് കടത്തി വിടുന്നില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഫോർവേഡ് കണ്ടീഷൻസിലെ റെസിസ്റ്റൻസ് ചെറുതും റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിലെ റെസിസ്റ്റൻസ് എന്തായിരിക്കും, കൂടുതലുമായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു അനാലിസിസ് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഫോർവേഡ് റെസിസ്റ്റൻസ് ഇത് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് ഡി സി ഫോർവേഡ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ എന്താണ് എ സി ഫോർവേഡ് റെസിസ്റ്റൻസും. എന്താ പറയുന്നത് നോക്കുക. ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഡയോഡ് ഫോർവേഡ് ബയസ് കണ്ടീഷൻ ഇസ് നോൺ ആസ് ഫോർവേഡ് ബയസിംഗ്. ഫോർവേഡ് റെസിസ്റ്റൻസ്, this resistance is not the same for the flow of direct current as for the changing current. ഇത് ഒരേപോലെ അല്ല. കാരണം നമുക്കറിയാവുന്നത് ഇതൊരു ഓംസ് ലോ ഒബേ ചെയ്യപ്പെടുന്ന ഡിവൈസ് ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്ന, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുക. മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ അല്ല കിട്ടിയേക്കുന്നത്, ഒരു കർവ്ഡ് ലൈൻ ആണ് കിട്ടിയേക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ റെസിസ്റ്റൻസിന് രണ്ട് സ്ഥലത്തും രണ്ട് ഡിഫറെന്റ് നേച്ചർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോ എന്താണ് ഡി സി ഫോർവേഡ് റെസിസ്റ്റൻസ്? ഇറ്റ് ഈസ് ഓപ്പോസിഷൻ ഓഫേർഡ് ബൈ ദ ഡയോഡ് ടു ദ ഡയറക്റ്റ് കറണ്ട്. ഇറ്റ് ഈസ് മെഷേർഡ് ബൈ ദ റേഷ്യോ ഓഫ് ഡി സി വോൾട്ടേജ് അക്രോസ് ദ ഡയോഡ് ടു ദ റിസൾട്ടിങ് ഡി സി കറണ്ട് ത്രൂ ഇറ്റ്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, ഡി സി ഡയറക്റ്റ് കറണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴാണ്, നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്തത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്, ശരിയല്ലേ? ഇവിടെ അതല്ല, ഡയറക്റ്റ് കറണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ഡി സി തന്നെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡി സി എടുക്കുക. ഇത് തമ്മിലുള്ള എന്താ പറയുക, ഇറ്റ് ഈസ് മെഷേർഡ് ബൈ ദ റേഷ്യോ ഓഫ് ഡി സി വോൾട്ടേജ് അക്രോസ് ദ ഡയോഡ് ടു ദ റിസൾട്ടിങ് ഡി സി കറണ്ട് ത്രൂ ഇറ്റ്. അങ്ങനെ വരുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡി സി ഫോർവേഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റ് കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ സോറി ഡയറക്റ്റ് കറണ്ടിന്റെ ഓപ്പോസിഷൻ ആയിട്ട് വരുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡി സി എന്ന് പറയുന്നത്. ഡി സി റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഫോർവേഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ഈ ഗ്രാഫ് കാണുമ്പോൾ നമുക്കറിയാം, ഇവിടെ ഈ പറയുന്ന ഗ്രാഫിൽ ഇങ്ങനെ കർവ് ഇവിടെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. കണ്ടോ, ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. അവിടെയുള്ള റേഷ്യോ ബിറ്റ്വീൻ ദ വോൾട്ടേജ് ആൻഡ് ദ കറണ്ട് ഈസ് നോൺ ആസ് ഡി സി ഫോർവേഡ് റെസിസ്റ്റൻസ്. ഓക്കെ. ഇനി എന്താ എ സി ഫോർവേഡ് റെസിസ്റ്റൻസ്? ഇറ്റ് ഈസ് ദ ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ ദ ഡയോഡ് ടു ദ ചേഞ്ചിങ് ഫോർവേഡ് കറണ്ട്. കണ്ടോ, ഇറ്റ് ഈസ് മെഷേർഡ് ബൈ ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ വോൾട്ടേജ് അക്രോസ് ദ ഡയോഡ് ടു ദ റിസൾട്ടിങ് ചേഞ്ച് ഇൻ ദ കറണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കൂ, ഇറ്റ് ഈസ് ദ ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ ദ ഡയോഡ് ടു ദ ചേഞ്ചിങ് ഫോർവേഡ് റെസിസ്റ്റൻസ്. ചേഞ്ചിങ് ഫോർവേഡ് കറണ്ട് എന്ന് പറയുമ്പോൾ കറണ്ട് കൂടി വരുന്ന ഒരു അവസ്ഥയിൽ, അതായത് കണ്ടക്ട് ചെയ്തു വരുന്ന സമയത്ത് ഇതിന്റെ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ടാവണം, വളരെ പെട്ടെന്ന് കൂടും. ആ കൂടുന്ന സമയത്ത് ഉണ്ടാവുന്ന റെസിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, എ സി ഫോർവേഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്ന നോക്കുക, എ സി ഫോർവേഡ് റെസിസ്റ്റൻസ് ആർ എഫ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വോൾട്ടേജ് അക്രോസ് ദ ഡയോഡ് ഡിവൈഡഡ് ബൈ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദ കറന്റ് ത്രൂ ദ ഡയോഡ്. മറ്റേത് അങ്ങനെയല്ല, വോൾട്ടേജ് ഡിവൈഡ് ബൈ, അതായത് ജസ്റ്റ് കണ്ടക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള റേഷ്യോ ആണ്. ഇവിടെ അങ്ങനെയല്ല, വൺസ് കണ്ടക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള റേഷ്യോ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ അത് നോക്കൂ, അത് ഗ്രാഫിൽ നിന്ന് എങ്ങനെ എടുക്കണമെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. കണ്ടോ, ഇവിടെ നമ്മൾ എന്താ ചെയ്യിക്കുന്നത്, ഒരു അത്യാവശ്യം മറ്റേ കേസ് നമ്മൾ എടുത്തത് ഏകദേശം ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഓക്കെ, ഇത് നോക്കിയേ, ഓംസ് ലോ ഒബേ ചെയ്യുന്ന രീതിയിൽ ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിന്റെ സ്ലോപ്പ് എടുക്കുക ചെയ്യുന്നത്. അപ്പൊ സ്ലോപ്പ് എടുക്കാൻ വേണ്ടി ഇവിടെ ചെയ്യുന്നത് അതിന്റെ റേഷ്യോ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ചേഞ്ച് ഇൻ വോൾട്ടേജ് അക്രോസ് ഡയോഡ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചേഞ്ച് ഇൻ വോൾട്ടേജ് അക്രോസ് ഡയോഡ് രണ്ട് വോൾട്ടേജ് എടുക്കുകയാണ് നമ്മൾ. ഒന്ന് ഈ പറയുന്ന എയും സിയും തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് അത് എടുക്കുന്നത് കണ്ടോ, ഒ സി മൈനസ് ഒ എ അതെടുത്തു കണ്ടോ. അപ്പൊ എ സി കിട്ടി, ഡിവൈഡഡ് ബൈ ഡി എഫ്. ഈ രണ്ട് റേഷ്യോ എടുത്തു കഴിയുമ്പോൾ നമുക്ക് അത് കിട്ടുന്നത് എന്താണ്, ചേഞ്ച് ഇൻ ഫോർവേഡ് റെസിസ്റ്റൻസ് ആയിരിക്കും കിട്ടുക. നാച്ചുറലി ഇത് ഒരു കണ്ടക്ടിങ് സ്റ്റേജ് അച്ചീവ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്തായിരിക്കും, കുറവായിരിക്കും. ഡി സി ഫോർവേഡ് റെസിസ്റ്റൻസ് എപ്പോഴും കൂടുതലും എ സി ഫോർവേഡ് റെസിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും, കുറവുമായിരിക്കും ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ എ സി ഫോർവേഡ് റെസിസ്റ്റൻസ് സാധാരണഗതിയിൽ കണ്ടക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ എടുക്കുന്നതാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് ഓംസിൽ കൃത്യമായിട്ട് ഒബേ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇതാണ് എ സി ഫോർവേഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. നമുക്ക് ഒരു കമ്പാരിസൺ ചോദിക്കുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ആൻസർ പറയാ, എ സി അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റെസിസ്റ്റൻസിന് എ സി ഫോർവേഡ് റെസിസ്റ്റൻസ് എന്നും ഡി സി അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റെസിസ്റ്റൻസിന് ഡി സി ഫോർവേഡ് റെസിസ്റ്റൻസ് എന്നും പറയും എന്നൊക്കെയാണ് പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ കണ്ടക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യും, വെദർ യു അപ്ലൈഡ് ആൻ എ സി ഓർ ഡി സി ഇൻ ദി ഇൻപുട്ട്, എന്ത് ചെയ്യണം, കണ്ടക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ജസ്റ്റ് ആ ഒരു ഇൻസ്റ്റന്റിൽ നിങ്ങൾ റെസിസ്റ്റൻസ് മെഷർ ചെയ്താൽ ദാറ്റ് ഈസ് വാട്ട് യു കോൾ ഡി സി ഫോർവേഡ് റെസിസ്റ്റൻസ്. കണ്ടക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് നിങ്ങൾ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് യു കോൾ എ സി ഫോർവേഡ് റെസിസ്റ്റൻസ്. മനസ്സിലായല്ലോ? ഓക്കെ. ദെൻ
ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് റിവേഴ്സ് റെസിസ്റ്റൻസ് എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷൻസിൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, റിവേഴ്സ് റെസിസ്റ്റൻസ് എന്ന് പറയുക. ഇവിടെ നമുക്ക് വിളിക്കാം റിവേഴ്സ് റെസിസ്റ്റൻസ്, DC റിവേഴ്സ് റെസിസ്റ്റൻസ് എന്നും AC റിവേഴ്സ് റെസിസ്റ്റൻസ് എന്നൊക്കെ വിളിക്കാം. പക്ഷേ അത് ഭയങ്കര വലിയൊരു വാല്യൂ ആണ്. നിങ്ങൾ നോക്കുക, ഫോർവേഡ് റെസിസ്റ്റൻസും ഇതും തമ്മിലുള്ള റേഷ്യോ നോക്കിയേ. റേഷ്യോ ഓഫ് റിവേഴ്സ് ടു ഫോർവേഡ് റെസിസ്റ്റൻസ് ജർമീനിയം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 40,000:1 ആണ്. അപ്പോൾ 1 ഓം ആണ് ഫോർവേഡ് റെസിസ്റ്റൻസ് എങ്കിൽ ഇവിടെ റിവേഴ്സ് റെസിസ്റ്റൻസ് എത്ര ഉണ്ടാവും? 40 കിലോ ഓം ആണ്. സിലിക്കൺ ആകുമ്പോൾ അത് പിന്നെയും കൂടുതലാണ്. മനസ്സിലായത്? നാച്ചുറലി റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷൻസിൽ അത് കറണ്ട് കണ്ടക്ടിവിറ്റി ഉണ്ടാവില്ല. ബട്ട് അവിടെ ചെറിയ രീതിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മൈനോറിറ്റി കാരിയേഴ്സിന്റെ ഫ്ലോ കൊണ്ടാണ്, അല്ലെങ്കിൽ ലീക്കേജ് കറണ്ടിന്റെ ഫ്ലോ കൊണ്ടാണ്. ആ ലീക്കേജ് കറണ്ട് തന്നെ സിലിക്കണിൽ കുറവായതുകൊണ്ട്, അവിടെ സിലിക്കൺ കൊണ്ടുണ്ടാവുന്ന ലീക്കേജ് കറണ്ട് കുറവാകുന്നത് കൊണ്ട് സിലിക്കണിന്റെ റിവേഴ്സ് ബയസിങ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ആ ഒരു അർത്ഥത്തിലാണ് ഇത്രയും വലിയ വാല്യൂ ഇവിടെ വരുന്നത്. ഓക്കെ. ഇനി ഇവിടെ 2-3 ടേമുകൾ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ്? ഒന്ന്, ഫോർവേഡ് കറണ്ട്. എന്താ പറയുന്നത് നോക്കുക. ഇറ്റ് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ ഫോർവേഡ് ബയസ്ഡ് ഡയോഡ്. എവറി ഡയോഡ് ഹാസ് എ മാക്സിമം വാല്യൂ ഓഫ് ഫോർവേഡ് കറണ്ട് വിച്ച് ഇറ്റ് ക്യാൻ സേഫ്ലി ക്യാരി. ഇഫ് ദിസ് വാല്യൂ എക്സീഡ് ദ ഡയോഡ് മേ ബി ഡിസ്ട്രോയ്ഡ് ഡ്യൂ ടു ദ എക്സസീവ് ഹീറ്റ്. അപ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ലൈക്ക് ആൻ ഓർഡിനറി കണ്ടക്ടർ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും, ആ ഒരു ഓർഡിനറി കണ്ടക്ടിങ് സിറ്റുവേഷനിലാണെങ്കിൽ പോലും അതിനൊരു കറണ്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിൽ ഒരു കറണ്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. ആ കറണ്ട് ലിമിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോർവേഡ് കറണ്ട് എന്ന് പറയുക. എല്ലാ ഡയോഡിനും എന്തുണ്ട്? നമുക്ക് ആ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡയോഡ് IN4001, IN4007 എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്ന ഡയോഡ് ഒരു 1 ആംപിയർ ആണ് അതിന്റെ കപ്പാസിറ്റി. എന്ന് പറഞ്ഞാൽ 1 ആംപിയർ കറണ്ട് അത് താങ്ങും. അതിലും കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് ഹീറ്റ് ചെയ്ത് ചിലപ്പോൾ ബേൺ ചെയ്ത് പോകാറുണ്ട്. പക്ഷെ കൂടുതൽ ഹൈ കറണ്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ റേറ്റും കൂടിയ ഡയോഡ് നമുക്ക് ഉപയോഗിക്കാം. അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ആ കറണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോർവേഡ് കറണ്ട് എന്ന് പറയുന്നത്. അടുത്ത പറയുന്ന പോയിന്റ് എന്താണ്? പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ദാറ്റ് എ ഡയോഡ് ക്യാൻ വിസ്റ്റാൻഡ് വിത്തൗട്ട് ഡിസ്ട്രോയിങ് ദ ജംഗ്ഷൻ. അതായത് നമ്മൾ റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, അതിന്റെ ബാരിയർ എന്ത് ചെയ്യുന്നുണ്ടാവണം? സ്ലോലി എൻഹാൻസ് ചെയ്ത് വരാൻ തുടങ്ങും. ശരിയല്ലേ? ആ ബാരിയർ കൂടി അതിനൊരു ലിമിറ്റ് വരും. ആ ലിമിറ്റ് വരുമ്പോഴാണ് അവിടുത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അവിടെ കറണ്ട് കണ്ടക്ടിവിറ്റി വരുന്നത്. ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ അവിടെ പറ്റുന്ന, ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജിനെയാണ് എന്തെന്ന് പറയുന്നത്? പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ സംഭവിക്കും? ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കലി ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് ഡ്യൂ ടു ദ ഹീറ്റിംഗ് എഫക്ട് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? ഡയോഡ് ബ്രേക്ക് ആവും. അപ്പോൾ ഒരു ഡയോഡ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത്, ഒരു ഡയോഡ് നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് 400 വോൾട്ടേജ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? 200 വോൾട്ടേജ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എപ്പോഴും നമ്മളൊരു ഹാഫ് കോൺസെപ്റ്റിൽ വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടി. ഓക്കെ. വളരെ ഇമ്പോർട്ടൻ്റ്. എന്താ കാര്യം? 200 വോൾട്ടേജ് എന്ന് പറയുമ്പോൾ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ അത് 400 വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള അർത്ഥത്തിലാണ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മേക്കിംഗ് ആ റെക്ടിഫയർ. കാരണം അതിന്റെ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിലും അത് വരുമല്ലോ. നമ്മൾ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻപുട്ട് വരുന്ന, അതായത് മോളിലോട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് പീക്കിലോട്ട് പോകുന്ന അതേ വോൾട്ടേജ് തന്നെ എവിടെയും വരും, നെഗറ്റീവ് പീക്കിലോട്ടും വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വരും. ആ വരുന്ന വോൾട്ടേജ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റണം? ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. മനസ്സിലായില്ലേ? അപ്പൊ ആ രണ്ട് പീക്ക്, അതാണ് ഞാൻ 400 എന്ന് പറഞ്ഞത്. അപ്പൊ 200 വോൾട്ട് പീക്ക് ടു വൺ സൈഡ് നമുക്ക് പോകുന്നുണ്ടെങ്കിൽ ടോട്ടൽ എടുക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. മുകളിലോട്ടും പീക്ക് ഉണ്ടാവും, താഴത്തോട്ടും എന്തുണ്ടാവും? പീക്ക് ഉണ്ടാവും. അപ്പൊ അതിന്റെ ടോട്ടൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 400 ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ. ദെൻ അടുത്തത് പറയുന്നത് റിവേഴ്സ് കറണ്ട്. ഫോർവേഡ് കറണ്ട് പോലെ തന്നെയാണ് റിവേഴ്സ് കറണ്ട്. അത് ലീക്കേജ് കറണ്ട് ആണ് ഇവിടെ വരുന്നത്. ഈ ലീക്കേജ് കറണ്ടിന്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മൈനോറിറ്റി കാരിയർ ആണ്. ജർമീനിയം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്താ പറയുന്നത്, കുറച്ചും കൂടി ലീക്കേജ് കറണ്ട് ഉണ്ടാവും. അതാണ് ഇത് റെസിസ്റ്റൻസിന്റെ കേസ് വെച്ച് വെരിഫൈഡ് ആണ്. സിലിക്കൺ വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ലീക്കേജ് കറണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും. അവിടെ അത് ഒന്നും കൂടി പറയുന്നുണ്ട്. ഇറ്റ്സ് വാല്യൂ ഉണ്ടോ? Under normal operating voltage, the reverse current is quite small. Its value is extremely small, that is less than 1 microampere for silicon diodes, but appreciable if 100 microampere for germanium diode. Germanium diode ആണെങ്കിൽ 100 microampere റീജിയനിലോട്ട് കൂടും. സിലിക്കൺ ആണെങ്കിൽ ലെസ് ദാൻ എത്രയായിരിക്കും? 1 microampere ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. ഇനി ഇതിന്റെ ഒരു റെക്ടിഫയർ സർക്യൂട്ട് എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് നേരത്തെ പഠിച്ചത് തന്നെയാണ്. പക്ഷെ അതിനൊരു പ്രാക്ടിക്കൽ സർക്യൂട്ട് ഡയഗ്രം നമ്മൾ പഠിക്കണം. വർക്കിംഗ് നമുക്ക് ഏകദേശം നേരത്തെ പറഞ്ഞു തന്നെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഈ ഭാഗം പറഞ്ഞു തീർക്കാൻ പറ്റും.
പേര് പറയുമ്പോൾ ഹാഫ് വെയർ റെക്ടിഫയർ എന്ന് പറയുമ്പോൾ വളരെ കുറച്ചുള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതല്ല. ഇത് അത്യാവശ്യം ഒരു എസ്സേക്ക് പോലും സ്കോപ്പുള്ള വകുപ്പാണ് ഇത്തരം കാര്യങ്ങൾ എഴുതി വരുമ്പോൾ. നോക്കുക, ഇതാണ് ഒരു ഹാഫ് വെയർ റെക്ടിഫയറിന്റെ സർക്യൂട്ട്. നേരത്തെ പറഞ്ഞ അതേ സർക്യൂട്ട് തന്നെ നമ്മൾ നേരത്തെ ഇവിടെ ഒരു ഓൾട്ടർനേറ്റിംഗ് കറന്റിന്റെ സിമ്പിൾ ആണ് കാണിച്ചിരുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നമ്മൾ കണക്ട് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഇസ് കണക്റ്റഡ് വിത്ത് ഡയോഡ് ആൻഡ് ലോഡ് റെസിസ്റ്റൻസ് വിച്ച് ആർ ഇൻ സീരീസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇൻപുട്ട് ആയിട്ട് എന്ത് വരുന്നുണ്ട്, ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വരുന്നുണ്ട്. നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഔട്ട്പുട്ട് ആയിട്ട് ഈ പറയുന്ന പീക്ക് ടു ഹാഫ് പോർഷൻസ് കട്ട് ചെയ്തിട്ടുള്ള ഒരു വോൾട്ടേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ അതിന്റെ വർക്കിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ സ്ട്രെസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഇൻ ഹാഫ് റെക്ടിഫിക്കേഷൻ ദ റെക്ടിഫയർ കണ്ടക്ട്സ് കറണ്ട് ഓൺലി ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ ഇൻപുട്ട് AC supply. The negative half cycle of the AC supply are suppressed. That is, during negative half cycle no current is conducted and hence no voltage appear across the load. Therefore, the current always shows one direction through the load through after every half cycle. ഓരോ സൈക്കിൾ കഴിയുമ്പോഴും ഒരു വൺ ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറണ്ട് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, എൻ്റെ വർക്കിംഗ് നേരത്തെ പറഞ്ഞ വർക്കിംഗ് തന്നെയാണ്. ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുകയാണ്. The AC voltage across the secondary winding AB changes the polarities after every half cycle. During the positive half cycle of the input voltage, the A becomes positive with respect to B. അതായത് ഡയോഡിന്റെ A. നോക്കിയാൽ മതി. This makes the diode forward biased and hence it conducts current. During the negative half cycle and A is negative with respect to B. Under this condition, the diode is reverse biased and is conduct no current. Therefore, the current flows through the diode during the positive half cycle of the input AC voltage only. അപ്പോൾ മാത്രമേ പാസ് ചെയ്യുള്ളൂ during the positive half cycle of the input AC. It is blocked during the negative half cycle. Okay. In this way, current flows through the load always in the same direction. Hence, DC output is obtained across RL. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും, DC കിട്ടും. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ ഔട്ട്പുട്ട് അക്രോസ് ദ ലോഡ് ഈസ് പൾസേറ്റിംഗ് DC. ഞാൻ പറഞ്ഞതാണ് പൾസേറ്റിംഗ്, ആ ഷേപ്പ് നമ്മൾ കണ്ടതാണ്. These pulsating in the output are further smoothened with the help of filter circuits and discuss later. അത് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫിൽട്ടർ സർക്യൂട്ട്സ് എന്താണെന്നുള്ളത് പിന്നീട് നമുക്ക് പഠിക്കാനുണ്ട്, ആ സമയത്ത് പഠിക്കാം. ഇത് ഓപ്പറേഷൻ ആണ്, നമ്മൾ ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞത് തന്നെയാണ്. അവിടെ നമ്മൾ ആരോ ഹെഡും ബാർ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇവിടെ അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, A എന്നും B എന്നും. കാരണം തൊട്ട് മുമ്പത്തെ സർക്യൂട്ട് പ്രകാരം അവിടെ അങ്ങനെ ഒരു സർക്യൂട്ടാണ്, എയും ബി എന്നൊക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് രണ്ടെണ്ണമാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, അതിന്റെ ഔട്ട്പുട്ട് പൾസേറ്റിംഗ് കറണ്ട് ആണ്, അല്ലെ, സ്റ്റഡി അല്ല. അപ്പൊ അത് തന്നെയാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. പൾസേറ്റിംഗ് കറണ്ട് ഈസ് ഇൻ ദ ലോഡ് കണ്ടെയ്ൻ ഓൾട്ടർനേറ്റിംഗ് കമ്പോണന്റ് whose basic frequency is equal to the supply frequency. Therefore, elaborate filtering is required to produce the steady current. അതുകൊണ്ട് തന്നെ DC ആണെങ്കിലും സ്റ്റഡി ആയിരിക്കില്ല. സ്റ്റഡി ആവണമെന്നുണ്ടെങ്കിൽ കുറെ അധികം ഫിൽറ്ററിംഗ് സർക്യൂട്ട്സ് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പിന്നെ the AC supply delivers power only half the time, therefore the output is low. കാരണം ഒരു ഫുൾ വേവിന്റെ പകുതി വേവ് മാത്രമാണ് റെക്ടിഫൈ ചെയ്ത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ എഫിഷ്യൻസി എന്തായിരിക്കും, പകുതിയോ അതിൽ താഴെയോ ആയിരിക്കും. അതും അതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് വെച്ച് നമുക്ക് എന്താണ് അടുത്തത്, ഇതിന്റെ എഫിഷ്യൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം. എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്, എങ്ങനെയാണ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുക, അതിന്റെ ഇക്വേഷൻ പറയുന്നു. നോക്കുക, എന്തിന്റെ ആണെങ്കിലും എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ പറയുക. ഇവിടെ റെക്ടിഫയറിന്റെ എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, DC ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ എന്താ പറയുന്നത് AC ഇൻപുട്ട് പവർ, ഇതിന്റെ തമ്മിലുള്ള റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോ ചെറിയൊരു ഡെറിവേഷൻ ചെയ്യുകയാണ്. ഈ ഡെറിവേഷന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കും, ഔട്ട്പുട്ട് DC എത്രയാണ്, പവർ എത്രയാണ്, ഇൻപുട്ട് പവർ എത്രയാണ്, ഇതിന്റെ രണ്ടുപേരുടെ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ആ റേഷ്യോയിൽ കിട്ടുന്ന പെർസെൻറ്റേജ് എത്രയാണോ ആ പെർസെൻറ്റേജ് ആണ് അത് എന്തായിട്ട് വരുന്നത്, ഹാഫ് വേവ് റെക്ടിഫയറിന്റെ എഫിഷ്യൻസി ആയിട്ട് വരുന്നത്. ഉറപ്പായിട്ടും 50% താഴെ ആയിരിക്കും. കാരണം പകുതി വേവ് മാത്രമേ റെക്ടിഫൈ ചെയ്യുന്നുള്ളൂ. പകുതി വേവ്, അപ്പൊ തന്നെ അവിടെ 50% കുറഞ്ഞു. ബാക്കി 50%-ലും താഴെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അത് എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. നമ്മൾ അതിന് ഒരു ഹാഫ് റെക്ടിഫയർ എടുക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട സർക്യൂട്ട് തന്നെ. അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. അതിന്റെ പൊട്ടൻഷ്യൽ V = Vm sin θ ആണ്. അവിടെ നമ്മൾ രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഡയോഡിന്റെ ഫോർവേഡ് റെസിസ്റ്റൻസ് RF-ഉം അതുപോലെ തന്നെ നമ്മൾ ലോഡായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന RL-ഉം. ഇത് രണ്ടും എങ്ങനെയാണ്, സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RF പ്ലസ് എന്തായിരിക്കും, RL ആയിരിക്കും.
ഓക്കെ. ഇനി ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന എപ്പോൾ മാത്രമാണ്? ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമാണ്. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്ന ഔട്ട്പുട്ട് പവർ എത്രയാന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഔട്ട്പുട്ട് പവർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടോട്ടൽ കറണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ എന്നുള്ള ഫോമുല യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ഐ എത്രയാന്നുള്ളത് കണ്ടുപിടിക്കണം. ഐ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് പൾസ് ഈ പറയുന്ന സൈൻ വേവ് ആയതുകൊണ്ട് തന്നെ ഐ എന്ന് പറയുന്നത് ഇതിന്റെ ഹാഫ് വേവ് ആണ്. അതുകൊണ്ട് തന്നെ 0 to പൈ എന്നേ നമ്മൾ ഇടുന്നുള്ളൂ. 1/2π ഇൻറ്റു 0 to പൈ. 0 to പൈ എന്ന് ഇടാനുള്ള കാരണം നമ്മുടെ വേവ് ഹാഫ് വേവ് ആണ്. ഫുൾ വേവ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു? 0 to 2π എന്ന് ഇടുമായിരുന്നു. അപ്പൊ 0 to പൈ ഐ ഇൻറ്റു ഡി തീറ്റ. അപ്പൊ ഇതിൽ ഐ എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? അതിനകത്ത് കൂടെ പാസ് ചെയ്യുന്ന വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? ഈ പറയുന്ന വി എം സൈൻ തീറ്റയാണ്. അപ്പൊ വി എം സൈൻ തീറ്റ ഡിവൈഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? ആർ എഫും അതുപോലെ തന്നെ ആർ എല്ലും ഇൻ സീരീസിലാന്ന് പറഞ്ഞു. സോ ദാറ്റ് ആർ എഫ് പ്ലസ് ആർ എൽ. കണ്ടോ? അപ്പൊ ഇതാണ് കിട്ടുന്നത്. അപ്പൊ ഇതില് വേരിയിങ് ക്വാണ്ടിറ്റി നമ്മൾ മാർക്ക് ചെയ്യുന്നത് തീറ്റയാണ്. അപ്പൊ സൈൻ തീറ്റ കമ്പോണന്റ് ആണ് വേരിയിങ്, ബാക്കിയെല്ലാം എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ ദാറ്റ് വി ടേക്ക് ഇറ്റ് ഔട്ട്. അപ്പൊ ഏതൊക്കെ പുറത്തെടുക്കാം? വി എം പുറത്തെടുക്കാം, ആർ എഫ് പ്ലസ് ആർ എല്ലും പുറത്തെടുക്കാം. അപ്പൊ വി എം ഡിവൈഡ് ബൈ ആർ എഫ് പ്ലസ് ആർ എൽ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താന്ന് നോക്കുക? ഇന്റഗ്രൽ 0 to പൈ സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ. ഇനി സൈൻ തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് മൈനസ് കോസ് തീറ്റയാണ്. ഇന്റഗ്രൽ ഇസ് വേരിയിങ് ഫ്രം 0 to പൈ ആണ്. ഇത് നമുക്ക് അറിയാവുന്ന കേസാണ്. ഇത് ഡിഫറൻഷിയേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 2 എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടുക. അപ്പൊ ഈ 2 ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/π എന്ന് കിട്ടും. ഈ വി എം ബൈ ഐ ആർ എഫ് ഇൻറ്റു ആർ എഫ് പ്ലസ് ആർ എൽ എന്ന് പറഞ്ഞാൽ ഐ എം ആണല്ലോ. അത് നമ്മൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഐ ഈസ് ഈക്വൽ ടു വി എം ബൈ ആർ എഫ് പ്ലസ് ആർ എൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നമുക്ക് ഇതിനെ എന്തെന്ന് വിളിക്കാം? ഐ എം എന്ന് വിളിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ കിട്ടുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഐ എം ബൈ പൈ ആണ്. അപ്പൊ പവർ എങ്ങനെ? ഡി സി പവർ എങ്ങനെ കാണാൻ പറ്റും? പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ഇൻറ്റു ആർ എൽ എന്ന് പറയുമ്പോൾ ഐ സ്ക്വയർഡ് ഇതിനെ സ്ക്വയർ ചെയ്യണം ഇൻറ്റു ആർ എൽ. അതാണ് ഇവിടുത്തെ ഡി സി പവർ ആയിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത്. എത്രയാണ്? ഐ സ്ക്വയർ ഐ ബൈ എം പൈ ഇൻറ്റു ഐ ബൈ പൈ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ എൽ. ഓക്കെ. അപ്പൊ ഇതാണ് ഡി സി പവർ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എ സി പവർ എത്രയാന്നുള്ളത് കണ്ടുപിടിക്കണം. നോക്കാം. ഇനി എ സി പവർ കണ്ടുപിടിക്കാൻ വേണ്ടി എ സി ഇൻപുട്ട് കൊടുക്കുന്നതാണ്. ഇൻപുട്ട് നമ്മൾ ഫുൾ വേവ് ആണ് കൊടുക്കുന്നത്, ശരിയല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും പി എ സി ഈക്വൽ ടു എന്ത് കിട്ടും? ഐ സ്ക്വയർഡ് ആർ എം എസ് ഡിവൈഡ് ബൈ ഐ സ്ക്വയർഡ് ആർ തന്നെയാണ്. അപ്പൊ ഇവിടെ വരുന്നത് ഐ സ്ക്വയർഡ് ആർ എം എസ് ഇൻറ്റു ആർ എഫ് പ്ലസ് ആർ എൽ. കാരണം അവിടെയും ഈ പറയുന്ന റെസിസ്റ്റൻസുകൾ വരുന്നതുകൊണ്ടാണ്. ഇനി ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഹാഫ് വേവ് റെക്ടിഫയർ ആയതുകൊണ്ട് ഇവിടെ കൊടുക്കുന്നതിന്റെ പകുതി മാത്രമേ എടുക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഐ എം ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ പി എ സി ഇസ് ഈക്വൽ ടു എന്ത് പറയാൻ പറ്റും? ഇതിന്റെ പകുതി അത് ഇവിടെ ഇടുമ്പോൾ ഐ എം ബൈ 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ എഫ് പ്ലസ് ആർ എൽ എന്ന് കിട്ടും. ഇതാണ് ഇവിടുത്തെ ഔട്ട്പുട്ട് പവർ ആയിട്ട് ഇൻപുട്ട് പവർ ആയിട്ട് നമുക്ക് പറയാവുന്നത്. ഇനി എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ. ഔട്ട്പുട്ട് പവർ ഓൾറെഡി കണ്ടുപിടിച്ച ഇക്വേഷൻ ഉണ്ട്. ഇൻപുട്ട് പവർ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഐ എമ്മും ക്യാൻസൽ ചെയ്ത് പോകും. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.406 ഇൻറ്റു ആർ എൽ ഡിവൈഡ് ബൈ ആർ എഫ് പ്ലസ് ആർ എൽ എന്നാണ് കിട്ടുക. അപ്പോൾ അത് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.406 ഡിവൈഡ് ബൈ 1 പ്ലസ് എന്താ കിട്ടുന്നത്? ആർ എഫ് ബൈ ആർ എൽ എന്ന് കിട്ടും. അപ്പോൾ നമുക്കറിയാം നമ്മൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് ഇവിടെ മാക്സിമം കിട്ടാവുന്ന ഇതിന്റെ വാല്യൂ എന്താക്കി കളയാന്നുള്ളതാണ്, 0 ആക്കി കളയുക എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഡയോഡിന് മാത്രമുള്ള കേസാണ്. ഈ ആർ എഫിന്റെ വാല്യൂ നമ്മൾ 0 ആയിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു ആർ ഗെറ്റിംഗ് 0.406 ഡിവൈഡ് ബൈ 1. അതൊരിക്കലും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് പറയാം ഇതുവരെ മാക്സിമം പോസിബിൾ ആവുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര എഫിഷ്യൻസി കിട്ടുള്ളൂ? 40.6% മാത്രമേ കിട്ടിയുള്ളൂ. ഉണ്ടോ? അപ്പൊ നമ്മൾ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പ്രെഡിക്ട് ചെയ്തതിന്റെ 50% താഴെ കിട്ടുള്ളൂ എന്നുള്ളത്. ഇവിടെ നമ്മൾ ഒരിക്കലും നടക്കാത്ത ഒരു കേസ് പറഞ്ഞിട്ടുണ്ട്, ആർ എഫ് ഇസ് നെഗ്ലിജിബിൾ എന്ന് പറയുന്നു. ഒരിക്കലും അങ്ങനെ ആർ എഫ് നെഗ്ലിജിബിൾ ഒന്നും അല്ല. എന്നിട്ടും പറയുകയാണ് നമ്മൾ ആർ എഫ് വേണ്ട, കൺസിഡർ ചെയ്തില്ല എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ പോലും നമുക്ക് എത്ര കിട്ടും? 40.6% മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഫോർവേഡ് റെസിസ്റ്റൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വാല്യൂ അതിലും പിന്നെയും എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? കുറയാനുള്ള കാര്യമുണ്ട്. സോ ഹാഫ് എ റെക്ടിഫയറിന്റെ എഫിഷ്യൻസി മാക്സിമം എത്രയായിരിക്കും നമുക്ക് കിട്ടുക? 40.6% ആയിരിക്കും. ബാക്കി ഓൾമോസ്റ്റ് 60% എനർജിയും ഇസ് ഡിസിപ്പേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് എനർജി. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനെ കൊണ്ട് കാര്യമായിട്ട് യൂസേജ് ഒന്നും ഇല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇത്രയുമാണ് നമുക്ക് നമ്മുടെ ഹാഫ് എ റെക്ടിഫയറിൽ പഠിക്കാനുള്ളത്. ടൈറ്റിൽ കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നിയിരുന്നെങ്കിലും നമ്മളിവിടെ വളരെ
ഇലാബറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ എഫിഷ്യൻസി, ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം, ഇവിടെ ഉപയോഗിക്കുന്ന ടേമുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഐഡിയ വെച്ച് മാത്രമേ നമുക്ക് എന്തിലോട്ട് പോകാൻ പറ്റുള്ളൂ, ഫുൾ റെക്ടിഫയറിലോട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.